അനിവാര്യമായ ഘട്ടത്തിൽ RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും പൊങ്കാല പ്രവാഹമാണ്. എന്നാൽ തുറന്നു പറച്ചിൽ പാർട്ടിക്ക് എട്ടിന്റെ പണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗോവിന്ദ്ജി മണിക്കൂറുകൾക്കകം പറഞ്ഞതെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ തിരുത്തി പറയുകയുമാണ്. അതുമല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ സൈദ്ധാന്തിക അവലോകനത്തിലൂടെ സാധാരണക്കാരുടെ കണ്ണിൽ മണ്ണിടാൻ ശ്രമിക്കുകയാണ്. RSSുമായി തങ്ങൾ ഒരിക്കലും സഖ്യമോ മറ്റു ബന്ധങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു നടന്ന പാർട്ടിയാണിപ്പോൾ പഴയ ബാന്ധവത്തെക്കുറിച്ച് ഏറ്റുപറഞ്ഞത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഇന്നലെ മാതൃഭൂമി ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ഇക്കാര്യത്തിൽ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച ഗോവിന്ദൻ മലക്കം അറിയുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഇതാദ്യമായാണ് CPM RSS ബന്ധം പാർട്ടി ചരിത്രത്തിൽ തന്നെ ഒരു സംസ്ഥാന സെക്രട്ടറി തുറന്ന് സമ്മതിക്കുന്നത്. അത് പറയാൻ ഒരു മടിയുമില്ലെന്നും സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാൽ വിവാദമാക്കുന്നത് എന്തിനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDFനെ പിന്തുണച്ചത് അഭിമുഖത്തിൽ അവതാരകൻ ഓർമ്മിപ്പിച്ചപ്പോഴായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ വിവാദ പ്രതികരണം. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി കൂട്ടുകൂടിയെന്ന തന്റെ പ്രസ്താവനയെ വളച്ചൊടിക്കുകയായിരുന്നുവെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. 50 വർഷം മുൻപുള്ള ചരിത്രത്തെ ചരിത്രമായി കാണാതെ വിവാദമാക്കുകയാണ്. UDFനും ജമാഅത്തെ ഇസ്ലാമിക്കും അനുകൂലമായ പ്രചാരണത്തിനാണ് ചിലർ ശ്രമിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെ ഉണ്ടായ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് വിവിധ പാർട്ടികൾ ചേർന്ന് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. അത് ജനസംഘത്തിന്റെ തുടർച്ചയായി വന്നതല്ല. അത്തരം വിവിധ ധാരകളിലാണ് ജനസംഘവും ഉൾപ്പെട്ടിരുന്നത്. അന്ന് RSS പ്രബലമായി അതിൽ പ്രവർത്തിച്ചിരുന്നില്ല. അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞതിനെയാണ് വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. അല്ലാതെ RSSുമായി ഒരു കാലത്തും CPMന് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായിരുന്നില്ലെന്നും മലക്കം മറയുന്നുണ്ട് പാർട്ടിയുടെ താത്വികാചാര്യൻ. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശി പിന്തുണ തേടുന്ന നിലപാടാണ് കോൺഗ്രസും ലീഗും ഉൾപ്പെടുന്ന UDF സ്വീകരിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി കൂട്ടുചേർന്നിരുന്നുവെന്ന തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്നും അതിന്റെ പേരിൽ നിലമ്പൂരിൽ ഒരു വോട്ട് പോലും LDFന് നഷ്ടപ്പെടില്ലെന്നും ഗോവിന്ദൻ പ്രതികരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ജാഗ്രതക്കുറവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ വർഗീയതയ്ക്കെതിരായ ചെറുത്തുനിൽപ്പും വികസനവുമാണ് LDF മുന്നോട്ട് വെച്ചത്. ഇതിനു മറുപടി പറയാൻ കഴിയാതെ നിരായുധരായ സേനയുടെ അവസ്ഥയിലായിരുന്നു UDF എന്നും ഗോവിന്ദൻ ആക്ഷേപിച്ചു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ പ്രത്യേക അജണ്ട വെച്ചാണ് അവിടെ പ്രവർത്തിച്ചത്. ലോകമാകെ ഇസ്ലാമിക രാഷ്ട്രം രൂപപ്പെടണമെന്ന ധാരണയോടെ പ്രവർത്തിക്കുന്ന തീവ്ര വർഗീയ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയെ ആദ്യമായി ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം തെരഞ്ഞെടുപ്പ് മുന്നണിയുടെ ഭാഗമാക്കുന്നത് UDF ആണ്. ഇത് ദൂരവ്യാപകമായ പ്രശ്നമുണ്ടാക്കും. ക്ഷേമ പെൻഷൻ നൽകുന്നത് കൈക്കൂലിയാണെന്ന ആരോപണം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി കൂട്ടുകൂടിയെന്ന തന്റെ പ്രസ്താവനയെ വളച്ചൊടിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ ഗോവിന്ദൻ പക്ഷം. 50 വർഷം മുൻപുള്ള ചരിത്രത്തെ ചരിത്രമായി കാണാതെ വിവാദമാക്കുകയാണ്. UDFനും ജമാഅത്തെ ഇസ്ലാമിക്കും അനുകൂലമായ പ്രചാരണത്തിനാണ് ചിലർ ശ്രമിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെ ഉണ്ടായ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് വിവിധ പാർട്ടികൾ ചേർന്ന് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. അത് ജനസംഘത്തിന്റെ തുടർച്ചയായി വന്നതല്ല. അത്തരം വിവിധ ധാരകളിലാണ് ജനസംഘവും ഉൾപ്പെട്ടിരുന്നത്. അന്ന് RSS പ്രബലമായി അതിൽ പ്രവർത്തിച്ചിരുന്നില്ല. അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞതിനെയാണ് വളച്ചൊടിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. RSSുമായി ഒരു കാലത്തും CPMന് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടായിരുന്നില്ല. രാജ്ഭവൻ കാവ്യവൽക്കരണത്തിന്റെ കേന്ദ്രമായി മാറുന്നത് ശരിയല്ല. അവിടെ ഹെഡ്ഗോവറിന്റെയും ഗോൾവാക്കറിന്റെയും ചിത്രം കൂടി വന്നിരിക്കുകയാണ്. ഗാന്ധിജിയുടെ ചിത്രവുമുണ്ട്. ഇനി എപ്പോഴാണ് അവിടെ ഗോഡ്സെയുടെ ചിത്രം വരുന്നതെന്ന് അറിയില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണ്ടെന്ന ഗവർണറുടെ നിലപാട് അനുചിതമാണെന്ന് പറയാനും ഗോവിന്ദൻ മറന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരിക്കലും തിരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഓരോ മണ്ഡലത്തിലും ഓരോരുത്തരെയാണ് പിന്തുണച്ചത്. അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നതും. അതേസമയം അടുത്ത 50 കൊല്ലം കഴിയുമ്പോൾ ജമാഅത്ത ബന്ധത്തെക്കുറിച്ചും ചിലപ്പോൾ പാർട്ടി വെളിപ്പെടുത്തിയേക്കാമെന്ന ആക്ഷേപവും സൈബറിടങ്ങളിൽ ശക്തമാണ്. എന്തായാലും UDFന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെയുള്ള വിവാദം കത്തിപ്പടർന്നതിനിടയിലാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ കുമ്പസാരം. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി CPM സഖ്യമുണ്ടാക്കിയതിനെതിരെ അക്കാലത്തെ പാർട്ടി ജനറൽ സെക്രട്ടറിയായിരുന്ന P. സുന്ദരയ്യ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അന്ന് പാർട്ടിയിൽ പ്രബലനായിരുന്ന EMS നമ്പൂതിരിപ്പാടും കൂട്ടരും
സുന്ദരയ്യയുടെ എതിർപ്പ് അവഗണിച്ച് RSSനോട് കൂട്ടുചേരാൻ തീരുമാനിച്ചു. ഈ നിലപാടിൽ പ്രതിഷേധിച്ച സുന്ദരയ്യ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. RSSുമായി സഖ്യം ചേരാനുള്ള പാർട്ടി തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും അയച്ച രാജിക്കത്ത് സുന്ദരയ്യയുടെ മരണശേഷമാണ് പുറത്തു വന്നത്. ഇത്തരത്തിൽ പാർട്ടി തന്നെ മറച്ചുപിടിക്കുന്ന പല ചരിത്രങ്ങളും സത്യമല്ലാതാകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു മുന്നണിയുടെ ഭാഗമാക്കുന്നത്. അതിവിടെയാണ്. ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ അസോസിയേറ്റ് ഘടകകക്ഷിയാണെന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു വർഗീയ പ്രസ്ഥാനവുമായിട്ടും രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല, ഇനിയും അതിന് നിൽക്കില്ല. പക്ഷേ UDF ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായും രാഷ്ട്രീയ ഐക്യമാണ്. അടുത്ത ഘട്ടത്തിൽ UDF യോഗത്തിൽ അവർ പങ്കെടുക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഗോവിന്ദൻ പറയുന്നു. അതേസമയം പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയെ ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പഴയ കൂട്ടുകെട്ടിനെ കുറിച്ച് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്തിനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. അനവസരത്തിലുള്ള പ്രസ്താവനയാണെന്ന് തോന്നാമെങ്കിലും CPM ബുദ്ധിപൂർവ്വം സെക്രട്ടറിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണെന്നും സതീശൻ പറഞ്ഞു. പണ്ട് നമ്മൾ കൂട്ടായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണത്. ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെയാണിത്. RSSന്റെയും BJPയുടെയും സഹായത്തിന് വേണ്ടിയുള്ള പ്രണയാർദ്രമായ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമുണ്ടായ കൂട്ടുകെട്ടാണെന്നാണ് MV ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. എന്നാൽ 1967ലും CPMന് ജനസംഘവുമായി കൂട്ടുകെട്ടുണ്ടായിരുന്നു. 1975ലെ ബന്ധത്തിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുന്ദരയ്യ രാജിവെച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് രാജിക്കത്ത് പുറത്തു വന്നതും. RSSുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ഇടതു പാർട്ടികളിലെ അന്ത്യത്തിന് ഇടയാക്കുമെന്നാണ് രാജിക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. 1989ലും ഇവർ ഒരുമിച്ചായിരുന്നു. അന്ന് രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ BJPയുമായി ഇവർ കൈകോർത്തുവെന്നും സതീശൻ പറഞ്ഞു. എന്തായാലും രാഷ്ട്രീയ കേരളം ആളിക്കത്തിക്കുന്ന വിവാദത്തിനാണ് CPM സംസ്ഥാന സെക്രട്ടറി തിരികൊളുത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊരു തുറന്നു പറച്ചിലും പാർട്ടി ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. ഇതോടെ CPM RSS ബന്ധം പുറത്തായി എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം മലയാളികളും ചിന്തിക്കുന്നത്. CPM RSS ബന്ധത്തിൽ കത്തിക്കയറുന്ന ഈ വാക്പോരിൽ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം എങ്ങനെയാകുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.